ഹലോ ഫ്രണ്ട്സ്, നമുക്ക് എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി തയ്യാറാക്കി എടുത്താലോ? അപ്പോൾ എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് പാൻ ചൂടാകാൻ വേണ്ടി വെക്കാം. ഈ സമയം കൊണ്ട് ഞാനിവിടെ ഒരു 50 ഗ്രാം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ പേസ്റ്റ് രൂപത്തിലാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പാൻ റെഡിയായി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ടുണ്ട്. ഇതൊരു 3 സവാളയുണ്ട്. അത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്തിട്ടുണ്ട്. ഈ വലിയ കഷ്ണം ഇഞ്ചിയിൽ നിന്ന് കുറച്ച് ഞാൻ പേസ്റ്റ് രൂപത്തിലും കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളായിട്ടുമാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് രൂപത്തിലാക്കിയത് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്കിതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. ഇനി ഞാനിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ചെറിയ ഫ്ലെയിമിൽ വേവിക്കാൻ വെക്കാം. ഇതിപ്പോൾ ഏകദേശമൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ മസാല ചേർക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു റോസ്റ്റഡ് കറി പൗഡറാണ്. ഇത് മാർക്കറ്റുകളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് വേറെ ഒന്നും അതിൽ ചേർക്കണ്ട. ഈ പൗഡർ ഒരു 5 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് ഇളക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ഇത് ഏകദേശം ഒരു 1.5 കിലോ ചിക്കനുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഈ മസാലയൊക്കെ ചിക്കനിലോട്ട് പിടിക്കുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഒരു ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടെ വേവിക്കാൻ വേണ്ടി വെക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.